ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. NMMS ലെക്ചേഴ്സിലെ മാത്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. സോ എന്താണ് ഫ്രാക്ഷൻസ് എന്നൊക്കെ, ഫ്രാക്ഷൻസിന്റെ ബേസിക്സ് ഒക്കെ എല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അഥവാ ഭിന്നസംഖ്യകൾ. എന്താണ് ഭിന്നസംഖ്യകൾ? നമ്മളൊരു ഹോളായിട്ടുള്ള ഒരു സംഭവം എടുത്ത് അതിനെ ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഫ്രാക്ഷൻ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ബാർ ഉണ്ട്. ഓക്കെ, ചോക്ലേറ്റ് ബാർ ഉണ്ട്. ആ ചോക്ലേറ്റ് ബാറിനെ എനിക്കൊരു 5 പേർക്ക് വീതിച്ചു കൊടുക്കണേ, ഞാൻ എന്ത് ചെയ്യും? ഇതിനെ 5 പീസാക്കി കട്ട് ചെയ്യും. ഓക്കെ, 5 പീസാക്കി കട്ട് ചെയ്യും. അപ്പൊ ഇതിൽ ഒരു പീസ് ഞാൻ എടുക്കുകയാണ്. ഈ ടോട്ടൽ ഒരു ചോക്ലേറ്റ് ബാറിനെ 5 പീസാക്കിയിട്ട് ഞാൻ ഇതിലൊരു പീസ് എടുത്താൽ അതിനെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? 1/5 അല്ലേ? 1/5. ഈ 5 പീസിൽ 1 2 3 4 5 പീസ് ഇവിടെ ഉണ്ട്. അതിലൊന്ന് ഞാൻ എടുത്തു. അതിന് നമ്മൾ എന്ത് ചെയ്യും? 1/5 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതൊരു 1/5 എന്നുള്ള ഫ്രാക്ഷൻ ആണ്. ഇതും എന്താണ്? 1/5 എന്നുള്ള ഫ്രാക്ഷൻ ആണ്. ഇതും 1/5. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് 1/5 അല്ലേ? ഇനി ഇത് ഫുള്ള് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിലോ, 1/5 പ്ലസ് 1/5 പ്ലസ് 1/5 പ്ലസ് അങ്ങനെ ഈ 5 പാർട്ട് നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും നമുക്ക് അല്ലേ? 5/5 ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 5/5 1 കിട്ടും. 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന എന്താ? ഒരു ഹോൾ സംഭവത്തിന് നമ്മൾ ഒരു ഒറ്റ ചോക്ലേറ്റിലുള്ള അതിനാണ് നമ്മൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 1/5 എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയും. ഇതിവിടെ മേലെയുള്ള ഈ സംഖ്യനെ ന്യൂമറേറ്റർ, ഈ വരേന്റെ മേലെയുള്ള സംഖ്യനെ ന്യൂമറേറ്റർ എന്നും താഴെയുള്ളതിന് എന്താ? ഡിനോമിനേറ്റർ എന്നും പറയും. അല്ലെങ്കിൽ അംശം അല്ലെങ്കിൽ ഛേദം എന്ന് പറയാം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രാക്ഷൻസിൽ ബേസിക് ആയിട്ട് വരുന്നത്. പിന്നെ എന്താ പഠിച്ചിട്ടുള്ളത്? പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 2/5 നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതെന്താ? പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതായത് ന്യൂമറേറ്ററിൽ ചെറിയ സംഖ്യ ആയിരിക്കും, ഡിനോമിനേറ്ററിൽ വലിയ സംഖ്യ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് 5/2 എന്നാണ് എഴുതുന്നതെങ്കിലോ, 5/2 എന്നാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? അതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇനി മിക്സ്ഡ് ഫ്രാക്ഷൻസ് ഉണ്ട്. എന്താണ്? 1/3 എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താ? അത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1.5 liters of water was needed to fill 3/4 of a vessel. How much more water is needed to fill the vessel? ഒരു പാത്രത്തിന്റെ 1/4 ഭാഗം വെള്ളമുണ്ട്. ആ വെള്ളം നിറയ്ക്കാൻ 1.5 ലിറ്റർ വെള്ളം വേണം. അതായത് ഇപ്പം ഒരു പാത്രം നമ്മളെടുത്തിട്ടുണ്ട്. ഇതാണ് പാത്രത്തിന്റെ ഫുള്ള് എങ്കിൽ എന്താണ്? 1/4 എന്ന് പറഞ്ഞാൽ എത്ര? 1/4 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ഓക്കെ, 3/4. 1/4 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അപ്പൊ ഇതിനെ 4 പാർട്ടാക്കിയാൽ, ഈ ഒരു പാത്രത്തിനെ ഞാൻ 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ, 1 2 3 4, ഈ 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ 3 ഭാഗം എടുത്തതാണ് എന്ത്? ഈ 3/4 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ 3/4 നിറയ്ക്കാൻ നമുക്ക് എത്ര ലിറ്റർ വെള്ളം വേണമെന്നാ പറഞ്ഞത്? 1.5 ലിറ്റർ വെള്ളം വേണം. ഈ 1.5 liters, 1.5 ലിറ്റർ വെള്ളം. 1.5 ലിറ്റർ വെള്ളമാണ് ഈ 3 എണ്ണത്തിലുള്ളത്. 1.5 ലിറ്റർ നമ്മൾ അങ്ങനെ എഴുതുക? 1/2 അല്ലേ? ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനി ഞാൻ മാറ്റിയിട്ട് എന്താക്കാണ്? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാണ്. അപ്പൊ എങ്ങനെ മാറ്റാ? ഈ 2/1 ചെയ്യാം അല്ലെ? 2/1 2 പ്ലസ് ഇവിടെയുള്ള ന്യൂമറേറ്ററിലുള്ള 1 ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് ഈക്വൽ ടു 3/2 എന്ന് വരും. ഓക്കെ, 3/2 എന്ന് പറഞ്ഞാൽ എന്താ? 3/2 ആണ്. ഈ ഒരു 1/4 ഭാഗത്തിൽ 3/2 വെള്ളമാണുള്ളത്. ഇപ്പൊ ഓരോന്നിൽ എത്ര ഉണ്ടാവും? ഇതിൽ 1/2 ഉണ്ടാവും, ഇതിൽ 1/2 ഉണ്ടാവും, ഇതിൽ 1/2 ഉണ്ടാവും. മനസ്സിലായോ? ടോട്ടൽ 3/2 ആണ്. ഈ 1/4 പാത്രത്തിന്റെ 1/4 ഭാഗത്തിലും എന്താണ്? 3/2 ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിനും എത്ര? 1/2 ഉണ്ടാവും. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ദ വെസൽ? അപ്പോൾ ഓരോ പാർട്ടും നിറയ്ക്കാൻ 1/2 ലിറ്റർ മതി. അപ്പോൾ ഇനി ഒരു എക്സ്ട്രാ വെസൽ കൂടെ ഇവിടെ നിറയ്ക്കണമെങ്കിൽ എന്ത് മതി? 1/2 ലിറ്ററും കൂടെ മതിയാവും. അപ്പൊ എന്താണ് ആൻസർ വരിക? 1/2 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഈസി അല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യാൻ? ഈസിയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A number is added to 1/2 plus 1/4 plus 1/8 plus 1/16 plus 1/32 gives 1. അതായത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിലേക്ക് നമ്മൾ വേറൊരു നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 1 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതായിരിക്കാം നമ്പർ? 1/2 plus 1/4 plus 1/8 plus 1/16 plus 1/32. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമ്മൾ ആദ്യം നോക്കാം. ഓക്കെ, എന്നിട്ട് ആ 1 എന്ന് ആ നമ്പറിനെ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര നമ്പറാണ് കിട്ടേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇത് ആഡ് ചെയ്യാം. ഇത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഓക്കെ, ഫസ്റ്റ് നമുക്ക്
പല രീതിക്ക് ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ ഇതിൻ്റെയൊക്കെ എത്രയാണ് 1/32 വരെ ഉണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2, 4, 8, 16, 32 ഇതിൻ്റെ LCM, അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാ? എല്ലാ നമ്പറിൻ്റെയും കഴിഞ്ഞിട്ട് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 32 ആണ് ഇവിടെ. ഓക്കെ, കാരണം 32-ൽ 2 കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും, 4ഉം പോകും, 8ഉം 16 ഒക്കെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഫ്രാക്ഷനെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ മീൻസ് ഡിനോമിനേറ്റർ എല്ലാത്തിൻ്റെയും 32 ആക്കി മാറ്റണം. അതെങ്ങനെ നമ്മൾ എഴുതാം? 1/2 നമുക്ക് മാറ്റിയിട്ട് 1/2 എന്നുള്ളതിനെ 1/2-ൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 8 അല്ല 16 വെച്ച്. ഓക്കെ, 16 വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16. അപ്പോൾ ആ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരില്ല. ഇവിടെ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16/2 × 16 32 എന്ന് കിട്ടും. ഇപ്പോൾ 1/2-നെ നമ്മൾ എന്താക്കി മാറ്റി? 32 ഡിനോമിനേറ്റർ ആയി വരുന്ന ഫോമിലേക്ക് മാറ്റി. അതേപോലെ 1/4-നെ മാറ്റാം. 1/4-നെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ 8, ഡിനോമിനേറ്ററിൽ 8 × 4 32 എന്ന് കിട്ടും. അതേപോലെ 1/8-നെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/32 എന്ന് കിട്ടും. ഓക്കെ, 1/16-നെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/32 എന്ന് കിട്ടും. ഓക്കെ, 1/32-നെ ഞാൻ അതേപോലെ തന്നെ എഴുതി 1/32. ഇപ്പോൾ നോക്കുക, ഇവിടെ 1/36 അല്ല, 2/32 ആണ് അല്ലേ. 2/32 ആണ്. ഇനി ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 32 ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് നമ്പേഴ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിനെ ഈസി ആയിട്ട് ആഡ് ചെയ്തൂടെ? എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ ന്യൂമറേറ്റേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. ഭിന്നസംഖ്യകളുടെ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 16 + 8 എത്രയാ? 24. 24 + 4 28. 28 + 2 എത്രയാ? 30. 30 + 1 31. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് നമ്മൾ ഫുൾ ആയിട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, പ്ലസ് ഇവിടെയൊക്കെ ഞാൻ പ്ലസ് കൊടുത്ത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 31/32 നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? എ നമ്പർ ആഡഡ് ടു ദിസ് നമ്പർ. ഇതിലേക്ക് നമ്മൾ വേറൊരു നമ്പർ ഞാനൊരു x എന്നുള്ള നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇതിൻ്റെ വാല്യൂ എത്രയാ? 1 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, 31 ഞാൻ ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. 31/32 + x = 1. ഈ 1-നെ എനിക്ക് എങ്ങനെ എഴുതാം? 1-നെയും സെയിം ഡിനോമിനേറ്റർ, അതായത് 32-ന്റെ ടേംസിൽ നമുക്ക് എഴുതാം. ഓക്കെ, അതിന് മുന്നേ x = എന്താന്ന് പറയാം? ഈ 31/32 ഇങ്ങോട്ട് വന്നാൽ 1 - 31/32 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാം അല്ലേ. 32 ആക്കി മാറ്റേണ്ട. 32 × 1 32 - 31/32 ദിസ് ഈസ് ഈക്വൽ ടു എത്രയാ? 1/32. അപ്പോൾ ഏത് നമ്പറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? 1/32 എന്ന നമ്പർ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? ഈ ടോട്ടൽ ഇതിൻ്റെ കൂടെ പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക? 1/32 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഈസി അല്ലേ? ഈസി ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദിസ് പാറ്റേൺ ഓഫ് ഫിഗേഴ്സ് ഈസ് കണ്ടിന്യൂഡ് ഇൻ ദ 10th പിക്ചർ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹോൾ സ്ക്വയർ ഈസ് ദി അൺഷെയ്ഡഡ് പാർട്ട്? ഇങ്ങനെ ചിത്രങ്ങൾ പോവുകയാണെങ്കിൽ 10ാമത്തെ ചതുരത്തിന്റെ കറുപ്പിക്കാത്ത ഭാഗം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റത്തെ ചിത്രത്തിൽ എത്ര ഭാഗം നമ്മൾ കറുപ്പിക്കാത്തുണ്ട്? പകുതി ഭാഗം കറുപ്പിച്ചിട്ടില്ല. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിൽ 1/4 പാർട്ട് ഓഫ് അതെന്ത് കറുപ്പിച്ചിട്ടില്ല. ഓക്കെ, ഇതിൽ 1/2 നമ്മൾ അൺഷെയ്ഡഡ് ആണെന്ന് പറയാം. ഇതിലോ 1/4 പാർട്ട് അൺഷെയ്ഡഡ് ആണെന്ന് പറയാം. തേർഡ് പിക്ചറിൽ നോക്ക്, 1 2. ഇനി ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്തു 3 4. ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്തു 5 6. ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്തു 7 8. അപ്പോൾ 1/8 പാർട്ട് എന്ത് ഷെയ്ഡഡ് അല്ല എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 1/16 പാർട്ട് എന്ത് അൺഷെയ്ഡഡ് ആണെന്ന് പറയാം. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സീരീസ് കാണാം. 1/2 1/4 1/8 1/16. നെക്സ്റ്റ് എന്താ വരിക? 1/32 അല്ലേ? ഈ 2-ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത് നമുക്ക് പറയാം. നെക്സ്റ്റ് 1/32 വരും. അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ പിക്ചറിൽ എത്രയായിരിക്കും? ഇവിടെ നോക്ക്, നിങ്ങൾ നോക്ക്. 1/2-നെ എനിക്ക് എങ്ങനെ എഴുതാം? 1/2⁻1 എന്ന് എഴുതാം. 1/4-നെ എനിക്ക് എന്ത് എഴുതാം? 1/2 സ്ക്വയർ. 1/8-നെ 1/2 ക്യൂബ്. അങ്ങനെയാണെങ്കിൽ 1/2⁴ ആയിരിക്കും. ഇങ്ങനെ പോയി 10ാമത് എന്താ വരിക? 1/2⁻10 ആയിരിക്കും വരിക. ഓക്കെ, 1/2⁻10 ആയിരിക്കും വരിക. അപ്പൊ അതായിരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ. 2⁻10 എത്രയാ? 2⁻10 എന്ന് പറയുന്നത്
1024 ആണ്. ഓക്കെ, ഈ ഒരു വാല്യൂസ് അതായത് 2ന്റെ 2⁻1 മുതൽ 2⁻10 വരെയുള്ള വാല്യൂസ് എങ്കിലും എല്ലാവരും പഠിച്ചിരിക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 2⁻10 1/1024 ആണെങ്കിൽ 1/2⁻10 എത്രയാ? 1/1024 എന്ന് വരും അല്ലേ? 1/1024. ഓക്കെ, സോ ഇതാണ് നമുക്ക് ആൻസർ വരിക. ഏതാണ്? ഓപ്ഷൻ 1 അല്ലേ ആൻസർ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is 1/2 plus 1/4 plus 1/8 plus 1/16 plus 1/16? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 16 ആണ് LCM വരിക. കാരണം 16 നമുക്ക് എന്ത് 2h ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4h കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 8h ഡിവൈഡ് ചെയ്യാം. അതായത് 2, 4, 8, 16 ഇതെല്ലാം 16ന്റെ ഫാക്ടേഴ്സ് ആണ്. സോ 16 ആണ് ഇവരുടെയൊക്കെ LCM എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ എല്ലാ ഡിനോമിനേറ്ററും നമ്മൾ ഈക്വൽ ആക്കുക, 16ലേക്ക് ഈക്വൽ ആക്കുക. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ അഡീഷൻ ചെയ്യാൻ പറ്റും. 1/2 നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2നെ 16 ആക്കണമെങ്കിൽ 1/2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 8 വെച്ച് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ, 8/16 കിട്ടും. ഓക്കെ, 1/4ന് അതുപോലെ ഞാൻ 1/4 ഇൻറ്റു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഏത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടണം. കാരണം ഇപ്പോൾ 16 ആവണമെങ്കിൽ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 2 16 ആവണമെങ്കിൽ നമ്മൾ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതൊക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഐഡിയ വരണം. അപ്പോൾ ഇവിടെ 4/16. ഓക്കെ, നെക്സ്റ്റ് എന്താ? 1/8നെ എനിക്ക് എങ്ങനെ എഴുതാം? 1/8നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 2/16 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്പർ എത്രയാ? 1/16. അത് അതേപോലെ എഴുതി. നെക്സ്റ്റ് 1/16. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 8/16 ഇവിടെ കണ്ടോ, 4/16, 2/16, 1/16, ഇവിടെയും 1/16. ഇത്രയാണ് ആ നമ്പേഴ്സ് വരുന്നത്. ഇതിനെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 8 + 4 എത്രയാ? 12. 12 + 2 എത്രയാ? 14. 14നോട് ഒന്ന് കൂട്ടിയാൽ 15, 15നോട് ഒന്ന് കൂട്ടിയാൽ 16. സോ ഇത് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? 16 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എത്രയാ? 16 തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് നമുക്ക് 1 എന്നൊരു ആൻസറിലേക്ക് എത്തിക്കൂടെ? ഓക്കെ, കാരണം 1 എന്നൊരു ആൻസറിലേക്ക് ഇവിടെ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് 1/2 + 1/3 ഡിവൈഡഡ് ബൈ 1 - 1/2 × 1/3. ഇതെങ്ങനെ ചെയ്യും? ഒന്നുമില്ല, സിംപ്ലിഫൈ ചെയ്യാനാണ്. 1/2 + 1/3. ആദ്യം നിങ്ങൾ ഈ ന്യൂമറേറ്റർ മാത്രം കൺസിഡർ ചെയ്യും, അത് മാത്രം നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. 1/2 + 1/3 ചെയ്യാം. അഡീഷൻ നിങ്ങൾ പഠിച്ചതാണ്. എന്ത് ചെയ്താൽ മതി? 1 × 3 പ്ലസ് ഈ 1 × ഈ 3 പ്ലസ് ഈ 1 × ഈ 2, 1 × 2 ഡിവൈഡഡ് ബൈ 2 × 3 വരും താഴെ. ഇത് എത്രയാ വരിക? 3 + 2 ഡിവൈഡഡ് ബൈ 6 which is equal to 5/6 എന്ന് വരും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് എത്ര കിട്ടി? 5/6 എന്ന് കിട്ടി. ഡിനോമിനേറ്റർ എത്രയാ? 1 - 1/2 × 1/3. 1 - 1/2 × 1/3 പറയുമ്പോൾ 1 - 1/2 × 3. 1/2 × 3 മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ചെയ്യാം. 1 - 1/6 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ 1 - 1/6 എത്രയാ? ഇവിടെ 1 × 6 ചെയ്യാം. അപ്പോൾ 6 - 1/6. ദിസ് ഈസ് ഈക്വൽ ടു 5/6. ഡിനോമിനേറ്റർ നമുക്ക് എന്ത് കിട്ടി? 5/6 ആണ്. ന്യൂമറേറ്ററും 5/6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിയാം? 5/6 ഡിവൈഡഡ് ബൈ 5/6 നമ്മൾ ചെയ്താൽ മതി. ദിസ് വിൽ ബി ഈക്വൽ ടു 1. 5/6ഉം 5/6ഉം സെയിം നമ്പർ ആണ്. സെയിം നമ്പേഴ്സ് ഡിവൈഡ് ചെയ്താൽ 1 ആണ് ആൻസർ വരിക. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അല്ലേ. 1 ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? 4/5 part of a tank contains water. If 20 liters more is required to fill the tank, what is the capacity of tank? ഇതേപോലത്തെ ടാങ്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം. കാരണം 4/5 part of ടാങ്ക് ആണ് വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഓക്കെ, ആ ടാങ്കിൽ ഇത്രയാണ് ഫുള്ള് വരിക. അപ്പോൾ ഇതിനെ ഞാൻ 5 പാർട്ടാക്കിയാൽ 5 പാർട്ടാക്കി അല്ലേ. അപ്പൊ ഇതില് 1 2 3 4 5 5 പാർട്ടിൽ 4 4/5 പാർട്ട് പറഞ്ഞാൽ ഈ 5 പാർട്ടാക്കിയാൽ 4 പാർട്ടിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും പാർട്ടിൽ എന്തുണ്ട്? ഇതാണ് 4/5 എന്ന് പറയുന്നത്. ഇത്രയും പാർട്ടിൽ ഓൾറെഡി വെള്ളമുണ്ട്. ഇനി എന്താ പറഞ്ഞ ഈ ടാങ്ക് നിറയാൻ 20 ലിറ്റർ വെള്ളം കൂടി വേണമെങ്കിൽ ടാങ്കിന്റെ ശേഷി എന്താണ്? ഇത്രയും വെള്ളം ഉണ്ട്, ഇനി നിറയാൻ 20 ലിറ്ററും കൂടെ വേണമെന്ന് പറഞ്ഞാൽ നിറയാൻ ഇത്രയും കൂടെ പാർട്ട് നിറയണം അല്ലേ. അപ്പൊ ഇതാണ് എന്ത്? 20 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഒറ്റ പാർട്ട് 20 ലിറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം?
ടോട്ടൽ ഈ ഓരോ പാർട്ടും എന്താണ് 20 ലിറ്റർ ആണ്. അപ്പോൾ ഇതും 20 ലിറ്റർ ആയിരിക്കും. ഇവിടെയും 20, ഇവിടെയും 20, ഇവിടെയും 20. ടോട്ടൽ എത്രയുണ്ട്? 1, 2, 3, 4, 5 പാർട്ട് ഉണ്ട്. 5 പാർട്ടിലും 20 ലിറ്റർ ആയിരിക്കും. സോ 5 × 20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 × 20 ചെയ്യുമ്പോൾ 100 ലിറ്റർ. അപ്പോൾ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്ക് കിട്ടി? 100 ലിറ്റർ ആണ് കിട്ടി. ഈസി അല്ലേ? 100 ലിറ്റർ ആണ് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്ന ആൻസേഴ്സ് ആണ് ഇതൊക്കെ. ഇനി ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? 4/5 ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ടോട്ടൽ 1ൽ 4/5 വെള്ളമുണ്ട്. ഓക്കെ, ടോട്ടൽ ടാങ്ക് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ ടോട്ടൽ 1ൽ 4/5 ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ എത്ര പാർട്ടാണ് വേക്കൻ്റ് ആയി കിടക്കുന്നത് നോക്കാൻ എന്ത് ചെയ്താൽ മതി? 1 - 4/5 ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് 5 - 4 / 5 which is equal to 1/5. 1/5 പാർട്ടിൽ എന്തില്ല? വെള്ളമില്ല നമുക്ക് പറയാൻ പറ്റും. ആ ഒരു വെള്ളമില്ലാത്ത പാർട്ടിലേക്ക് ഇനി 20 ലിറ്റർ വെള്ളം കൂടി നിറയ്ക്കുമ്പോൾ ആ ടാങ്ക് ഫുൾ ആവും. അപ്പോൾ 1/5 ഓഫ് ടാങ്ക് എന്താണ്? 20 ആണ്. ഓക്കെ, 1/5 പാർട്ട് 20 ആണെന്ന് പറഞ്ഞു. 1/5 പാർട്ടിൽ 20 ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയാ? 1 പാർട്ടിൽ എത്ര ഉണ്ടാവും? 1, അതായത് ഫുൾ പാർട്ടിൽ 20 × 5 ആയിരിക്കും. ഓക്കെ, 20 × 5 ആയിരിക്കും. അത് തന്നെയാണ് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും കിട്ടിയത്. ഓക്കെ, നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാം. ഈസി, നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് കിട്ടുക എന്നുള്ള ആ ഒരു മെത്തേഡാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലോജിക് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ടാങ്കിന്റെ പ്രോബ്ലം ഒക്കെ തന്നാൽ മാക്സിമം ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is the smallest fraction? ഇതിൽ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. 12/14, 30/19, 17/21, 7/8. നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയിട്ട് നോക്കാം. ന്യൂമറേറ്റർ വലുതാണോ ചെറുതാണോ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഏതാണ് വലുത് ചെറുത് എന്ന്. പക്ഷെ ഇവിടെ എന്താണ്? ഒക്കെ ഡിഫറെൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് തന്നെ കണ്ടുപിടിച്ച് നോക്കാം. അതായത് 12/14 ആണ്. സോ ഞാൻ 12/14 12 / 14 ഞാൻ ചെയ്യാണ്. ഓക്കെ, 12ൽ 14 ഇല്ല. സോ 0.120ൽ എത്രയാ? 814 അല്ലേ? 8 × 14 80 × 2 112 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് എത്രയാ? ഇവിടെ 8 അഗെയിൻ എന്തില്ല? 0 80 80ൽ 5 ടൈംസ് എത്രയാ? 70 എന്ന് വരും. ഓക്കെ, അത് മതി. 2 ഡെസിമൽ വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഈ നെക്സ്റ്റ് നമ്പർ ഏതാ? 13/19. ഇപ്പോൾ 13/19 നമ്മൾ ചെയ്യാം. 13/19 ചെയ്യുമ്പോൾ 13/19 ഇല്ല. സോ 0.130ൽ എത്ര ടൈംസ് 19 ഉണ്ട്? 6 ടൈംസ് 114. ബാക്കി എത്രയാ? 16 വരും. 16ൽ 160ൽ 8 ടൈംസ് 152. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഏതാ? 17/21. ഇപ്പോൾ 17/21 ഞാൻ ചെയ്യുകയാണെങ്കിൽ 0.170. ഇപ്പോൾ പോയിന്റ് ഇടും. 170ൽ എത്ര 21 ഉണ്ട്? 8 ടൈംസ് അല്ലേ? 8 ടൈംസ് 21 എന്ന് പറയുമ്പോൾ 60 168. 168 വരും. നെക്സ്റ്റ് ബാക്കി 2 ഉണ്ട്. 20ൽ 21 ഇല്ല. സോ ഇവിടെ ഞാനൊരു 0 ഇടും, ഇവിടെയും 0 കൊടുത്തു. 200ൽ 9 ടൈംസ് 21 ഐ ഗസ്. ഓക്കെ, അങ്ങനെ ആക്കട്ടെ. ബാക്കി 7/8. 7/8 ഞാൻ ചെയ്യുകയാണെങ്കിൽ 0.70ൽ 8 ടൈംസ് 64. ബാക്കി 6. 60ൽ 7 ടൈംസ് 56. ഇത്ര പോരെ? നമുക്ക് ഓൾറെഡി ഇവിടുന്ന് തന്നെ ഇപ്പോൾ മനസ്സിലായി എന്ത് ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് ഫ്രാക്ഷൻ, ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ വാല്യൂസ് നോക്കുക. ഏതൊക്കെയാണ് ആ വാല്യൂസ് നമുക്ക് കിട്ടിയത്? 0.85, 0.68, 0.809, 0.87. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്ത് 0.68 ആണ് ഇവിടുത്തെ ചെറിയ വാല്യൂ. 0.68 എന്ന് പറയുമ്പോൾ ഏതാ? 13/19. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് ഓഫ് ദ ഫ്രാക്ഷൻസ്. ഇതിൽ ലാർജസ്റ്റ് ഫ്രാക്ഷനും സ്മോളസ്റ്റ് ഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. ഇതിൽ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല, നമുക്ക് ഏതാ ലാർജസ്റ്റ് ഏതാ സ്മോളസ്റ്റ് എന്ന് അറിയാൻ ജസ്റ്റ് ഇതിന്റെ വാല്യൂസ് കാണാം. 1/4ന്റെ വാല്യൂ നമുക്കറിയാം. ദിസ് ഈസ് ഈക്വൽ ടു 0.3
0.25. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഓക്കെ, അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 2/5 എന്ന് പറയുമ്പോൾ എത്രയാ? 2/5 ചെയ്ത് നോക്കാം. 2/5 അല്ലെങ്കിൽ 2/5 നമുക്ക് എങ്ങനെ എഴുതാം? 2/5 നമുക്ക് എത്രയാ? 2/5 ഈസ് ഈക്വൽ ടു എത്രയാ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രയാ? 4/10 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? 0.4. അപ്പം 2/5 എന്നുള്ളത് ഈക്വൽ ടു 0.4 എന്ന് കിട്ടി. ഇനി എത്രയാണുള്ളത്? 5/8. 5/8 നമുക്ക് എങ്ങനെ എഴുതാം? 5/8 ജസ്റ്റ് ചെയ്ത് നോക്കാം. 5/8 5ൽ 8 ഇല്ല, സോ 50ൽ എത്രയാ? 50ൽ 6 times 8 48, ബാക്കി 20. 20ൽ 2 times 8 16. ഓക്കെ, അത്ര മതി. നമുക്ക് 2 ഡെസിമൽ വരെ കണ്ടു നോക്കാം. ഓക്കെ, ചെറുതേതാ വലുതേതാ കണ്ടുപിടിക്കാനാണ്. സോ നെക്സ്റ്റ് നമ്പർ 7/12. 7/12 ഒന്ന് ചെയ്ത് നോക്കാം. 7/12 നമ്മൾ ചെയ്യുമ്പോൾ 0.70ൽ 5 times 12 that is 60, ബാക്കി 10. 10ൽ 12 ഇല്ല. 100ൽ 8 times അല്ലേ? യെസ്, 96. ഓക്കെ, അത്ര മതി. അത്ര നമുക്ക് കണ്ടാൽ മതി. 0.58 വരെ നമുക്ക് കിട്ടി. അപ്പം എന്താണ് 5/8 എന്ന് പറയുന്നത്? എത്രയാ? 0.62, 7/12 എന്ന് പറഞ്ഞാൽ ദിസ് ഈക്വൽ ടു വാട്ട്? 0.58. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇതിലേതാ ചെറിയ നമ്പർ? നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. 1/4 ആണ് സ്മോളസ്റ്റ് നമ്പർ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ലാർജസ്റ്റ് നമ്പർ ഏതാ? 5/8. ദാറ്റ് ഈസ് 0.62 ആണ് ലാർജസ്റ്റ് നമ്പർ. 0.25 ആണ് സ്മോളസ്റ്റ് നമ്പർ. ഇതിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ എന്ത് കണ്ടാൽ മതി? 5/8 മൈനസ് എന്ത് ചെയ്താൽ മതി? 1/4 ചെയ്താൽ മതി. ഈസി അല്ലേ? 4 into 5 സോറി 4 into 5 മൈനസ് എത്രയാ? 1 into 8 അല്ലേ? 1 into 8 divided by 8 into 4. This is equal to 20 minus 8 divided by 4 into 8 32. ഓക്കെ, 20 minus 8 എന്ന് പറയുന്നത് 12 ആണ്. 12/32. ഓക്കെ, 12ൽ എന്തുണ്ട്? 3 times 4 ഉണ്ട്. 32ൽ 8 times 4 ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 3/8 എന്ന് വരും. അപ്പോൾ ഏതാ ഓപ്ഷൻ വരാ? ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ ആണ് 3/8 എന്ന് വരുന്നത്. ഓക്കെ, ഈസി അല്ല നമുക്ക് കണ്ടുപിടിക്കാൻ. സോ അത്രയാണ് ഫ്രാക്ഷൻസ് എന്ന ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.